ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരുടെയും സ്നേഹമുള്ള മുഖം കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കോണം തികച്ചും ബലഹീനനും പാപിയുമായ എനിക്ക് ഒരവസരവും കൂടി പൊന്നുതമ്പുരാൻ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തിൽ ഉറങ്ങിയ ചില ദൈവമക്കളെ കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ഉറങ്ങിയവർ. എഫേസർ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉറങ്ങുന്നവർ ഉണരേണ്ടതായ സമയമാണ്. ഉറങ്ങുന്നവർ ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. കാലത്തിൻ്റെ ചുവരെഴുത്ത് അവർക്ക് വായിക്കുവാൻ സാധിക്കുന്നില്ല. അവർക്ക് ജീവനുണ്ട് എങ്കിലും അവർ സജീവമല്ല. ഉറക്കം മനുഷ്യൻ്റെ വിശ്രമത്തിനും പുതിയ ശക്തി പ്രാപിക്കുവാനും ആവശ്യമാണ്. ഉറക്കം വാസ്തവത്തിൽ ഒരനുഗ്രഹമാണല്ലോ. പക്ഷേ അസ്ഥാനത്തുള്ളതായ ഉറക്കവും അമിതമായിരിക്കുന്ന ഉറക്കവും അത് ദോഷം ചെയ്യുന്നതാണ്. അത് അപകടം വരുത്തി വയ്ക്കുന്നതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും. 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ ഉണരേണ്ട കാലമാണ് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 6:9 മുതൽ 11 വരെ. മടിയാനീ എത്ര നേരം കിടന്നുറങ്ങും? ഉറക്കം എന്ന് പറയുന്നത്, സുഖനിദ്ര എന്ന് പറയുന്നത് അനുഗ്രഹമാണെങ്കിലും അമിതമായിരിക്കുന്ന ഉറക്കം, ആ സമയത്തുള്ളതായിരിക്കുന്ന ഉറക്കം, അത് ജഡസുഖത്തെ കാണിക്കുന്നതാണ്. അത് മടി, അലസതയെ കാണിക്കുന്നതാണ്. വായിക്കാം. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. കുറെ കൂടി ഒന്ന് ഉണർന്നാലും വീണ്ടും തിരിഞ്ഞു മറിഞ്ഞും കൈകെട്ടി കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും. ദൈവത്തിന് സ്തോത്രം. അത് നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ സമയമാണ് ഇത്. നാം ഓരോരുത്തരും ചൈതന്യം പ്രാപിക്കേണ്ടതായ സമയമാണ്. നമുക്ക് ധ്യാനിക്കാം. വേദപുസ്തകത്തിൽ ഉറങ്ങിയതായ പഴയ നിയമത്തിലെ ചില ദൈവമക്കൾ, തുടർന്ന് നമുക്ക് പുതിയ നിയമത്തിലെ ദൈവമക്കളെ കുറിച്ചും ധ്യാനിക്കാം. ഈ അസമയത്തുള്ളതായ അമിതമായിരിക്കുന്ന ഉറക്കം, അസ്ഥാനത്ത് കിടന്നുള്ളതായ ഉറക്കം, അത് വലിയ അപകടത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നു. അതിൽ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത് നാം ധ്യാനിക്കുന്നത് ശിംശോനെ കുറിച്ചാണ്. ശിംശോൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും വായിക്കണം. അതിൻ്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. വായിച്ചു. 19-ാമത്തെ വാക്യം വായിച്ചേ. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഉറക്കി, മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. 16-1 വായിച്ചേ. 1-3 വായിച്ചേ. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. 3-ാമത്തെ വാക്യം. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അല്പം വേദനയോടെയാണ് ഈ കാര്യം പരാമർശിക്കുന്നത്. ശിംശോൻ വാഗ്ദത്ത സന്തതിയാണ്. നാളുകളായിട്ട് മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. കണ്ണുനീരോടെ അവൾ ദൈവത്തോട് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു. ചോദിച്ചു വാങ്ങിക്കിട്ടിയതായ ഒരു മകനാണ് ശിംശോൻ. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്ത സന്തതി. ശിംശോൻ ഉണ്ടായി വളരുന്നതായ കാലം ഫിലിസ്തർ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ്. വളരെ വ്യക്തമായ ചില നിബന്ധനകൾ മാധവക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന്. അവൻ നാസീർ വ്രതസ്ഥനാണ്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, തലമുടി മുറിക്കരുത്, അശുദ്ധമായതൊന്നും തൊടരുത്,
ശവത്തെ തൊടരുത്. അങ്ങനെ ദൈവത്തിനു വേണ്ടി വ്രതസ്ഥനായി വിശുദ്ധനായി വേർതിരിക്കപ്പെട്ടതായ ഒരു വാഗ്ദത്ത സന്തതിയാണ്. ശിംശോൻ വലിയ പരാക്രമശാലിയായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലും അപ്പുറം കരുത്തോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു സിംഹത്തെയൊക്കെ അങ്ങോട്ട് കൊന്നു കീറിക്കളയുന്ന വ്യക്തി. ഒരു വലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശിംശോന്റെ മേൽ വന്ന് ആവസിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിംഹത്തെ കൊന്നു കീറിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഫിലിസ്ത്യരുടെ 1000 പേരെ ഒരു കഴുതയുടെ താടിയെല്ലും കൊണ്ട് അടിച്ചടിച്ച് കൊന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ ആരും അതിശയപ്പെട്ടു പോകുന്ന ശക്തി ഈ ശിംശോനിലുണ്ടായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ ശക്തി ചോർന്നു പോകുന്ന രംഗമാണ് കാണുന്നത്. അതിന് കാരണം 16-ന്റെ 1 നാം വായിച്ചു, ഒരു വേശ്യാസ്ത്രീയുടെ അടുക്കൽ ചെന്ന് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് പാതിരാത്രി വരെയും. ആരാണവൻ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മയെ വ്യാപരിച്ച് അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയല്ലേ? എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ ശക്തി ആ ശരീരത്തിൽ വന്ന് ആവസിച്ചതാണ്. ഫെലിസ്തർ വരുമ്പോഴെല്ലാം ഏത് ബന്ധനവും ഒരു ചെറിയ നൂല് പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന പോലെ വിടുതലിൻ്റെ സന്തോഷത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. ദൈവമക്കളെ, വേശ്യയുടെ വീട്ടിൽ ഉറങ്ങിയ വ്യക്തി പിന്നീട് നാം കാണുന്നത് ദലീല എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയുടെ മടിയിൽ കിടക്കുന്ന വേദനാജനകമായിരിക്കുന്ന കാഴ്ചയാണ്. അതിനകത്ത് പറഞ്ഞത് 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം എന്ന് വായിച്ച്, അവൾ അവനെ മടിയിൽ ഉറക്കി. അവൾ അവനെ ശിംശോനെ മടിയിൽ ഉറക്കി. ഒരാളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. ദൈവമക്കളെ, അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ദൈവമക്കൾ ജീവിതത്തിൻ്റെ വിശുദ്ധി കൈമുതലായി കാത്തു സൂക്ഷിക്കണം. ജഡത്തിൻ്റെ ആയ വികാരങ്ങൾക്കും അശുദ്ധമായിരിക്കുന്ന മോഹങ്ങൾക്കും തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോർന്നുപോയി സാത്താൻ്റെ ആയുധമായി തീരാൻ ഒരിക്കലും ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ആ ബന്ധനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ പല പ്രാവശ്യം വിടുതൽ പ്രാപിച്ച് ദൈവവൈതൽ ഇപ്പോൾ ശക്തി ക്ഷയിച്ച് ഫെലിസ്തരുടെ ബന്ധനത്തിൽ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 16-ന്റെ 21 വായിച്ച്. 16-ന്റെ 21. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. ദൈവമക്കൾ, എന്ത് വേദനയാണ്! ഈ കരുത്തുള്ള മല്ലനായിരിക്കുന്ന ശിംശോനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, കുരുടനായി. ഇപ്പോൾ ബന്ധിച്ചു ദാഹോന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവിടെ മാവ് ആട്ടിപ്പൊടിക്കുന്നതായ നീചമായിരിക്കുന്ന ജോലിയിൽ അവൻ ഏർപ്പെട്ടിരിക്കുക, അടിമ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അന്ധനായ അടിമയായി. ദൈവത്തിന് സ്തോത്രം. പാപം വരുത്തി വയ്ക്കുന്ന വിന. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ ഇന്ന് സാത്താൻ്റെ അടിമത്തത്തിന് കീഴിലാണോ? അവൻ്റെ ഊഴിവേല ചെയ്യുന്ന ഒരടിമയാണോ ഞാൻ? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയാൽ വിടുതൽ കിട്ടി നിങ്ങൾ വീണ്ടും ബന്ധനത്തിൽ അകപ്പെട്ടു പോയോ? ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനൊങ്കത്തിന് കീഴിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകുന്ന എന്തുമാത്രം വേദനാജനകമാണ്. പാപത്തിൻ്റെ നുഖത്തിന് കീഴിൽ ബന്ധിക്കപ്പെട്ട് പിശാചിൻ്റെ ഇഷ്ടപ്രകാരം ഊഴിവേല ചെയ്യുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇന്ന് വിടുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സദൃശവാക്യങ്ങൾ 10-21 വായിച്ച്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-23, റോമർ 6-12 വായിക്കണം. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു. ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദൈവമക്കളെ, പാപം ചെയ്യുമ്പോൾ നിങ്ങൾ പാപത്തിൻ്റെ അടിമയായി തീരുവാണ്. റോമർ 6-12 വായിച്ച്. റോമർ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം.
ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. വളരെ ഗൗരവമായിരിക്കുന്ന ഒരു തർജ്ജന വാക്കുകളാണ് പൗലോസ് പറയുന്നത്. മോഹം അത് നിന്നെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഇന്നൊന്ന് എഴുന്നേൽക്കാമോ? ഇന്നൊരു തീരുമാനമെടുക്കാമോ? വിശുദ്ധി കൈമുതലായി നാളുകളോളം മുന്നോട്ട് ജയാളികളായി പോയ ദൈവമക്കൾ വീണ്ടും ആ പാപത്തിൽ കുടുങ്ങി ലജ്ജാകരമായ അവസ്ഥയിൽ തലകുമ്പിട്ട് നടക്കുന്നത് ചിലതെല്ലാം കണ്ടുകൊണ്ടും വേദനയോടും കൂടിയാണ് ഈ കാര്യം പറയുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ ഇന്നലകളില്ല. ഇന്ന് മടങ്ങി വരവേണ്ട ദിവസമായിരിക്കണം. ഒരിക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് അതേ പാപത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. പൗലോസ് പറയുന്നത് പോലെ മറ്റുള്ളവരെ ഉപദേശിച്ച് വഴി നടത്തിയതിന് ശേഷം വീണ്ടും ആ ഉപദേശം കൊടുത്ത ദൈവമക്കൾ തന്നെ ആ പാപത്തിൽ വീണ് ലജ്ജാകരമായിരിക്കും ദുർസാക്ഷ്യത്തിൻ്റെ അടിമകളായി തീരാൻ ഒരിക്കലും ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നാം കാണുന്നത് മല്ലനായിരിക്കുന്ന ശിംശോൻ്റെ അശുദ്ധിയുടെ മടിയിൽ കിടന്നുള്ള ഉറക്കമാണ്. നിങ്ങൾക്ക് മതിയാക്കാറായില്ലേ? മുടിയനായ പുത്രനെ പോലെ നിങ്ങൾക്കൊന്ന് എഴുന്നേക്കാമോ? അപ്പൻ്റെ ഭവനത്തിൽ നിറവടിയായ അനുഗ്രഹവും സമൃദ്ധിയുമുള്ള സമയത്ത് ഈ വാളവർക്ക് വേണ്ടി നിങ്ങൾ പന്നികളുടെ ഇടയിൽ മല്ലടിക്കേണ്ട കാര്യമുണ്ടോ? നിത്യര സ്വർഗരാജ്യത്തിൽ കഴിക്കേണ്ടവരല്ലേ നിങ്ങൾ? അശുദ്ധിയുടെ ദുർഗന്ധം പേർന്നവരിതെന്ന് കേൾക്കണം. കർത്താവായി യേശുക്രിസ്തുവാകുന്ന തേജോമയനായ ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നവരല്ലേ നിങ്ങൾ? സാത്താൻ നിങ്ങൾ ഉപായത്താൽ ചതിച്ച് വീഴ്ചിട്ടുണ്ടോ? ഇന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ പൽസിച്ച് തള്ളി പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ കാൽക്കൽ വന്ന് വീണ് സകല പാപം ഒക്കെ ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ശിംശോൻ അവസാനം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു പ്രാവശ്യവും കൂടി നിൻ്റെ ശക്തി എൻ്റെ മേൽ ഒന്ന് പകർന്നു തരണമേ. ദൈവം ആ അപേക്ഷ കേട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അവൻ അത്ഭുതകരമായ വിധത്തിൽ ആ ക്ഷേത്രത്തെ പിടിച്ചു കുലുക്കി അത് തകർന്നു വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു പ്രാവശ്യവും കൂടി ഒരു ശക്തി തന്ന് ജയിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം തരും. പരാജിതരായി മുന്നോട്ട് പോകാനല്ല, ജയാളികളായി വിശുദ്ധിയുടേതായ സുഗന്ധം പേറിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ പാഠം നിങ്ങൾക്ക് ഉത്തേജനം തരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ഒന്ന് ഉറങ്ങിയ ആള് ദലീലായിലെ അശുദ്ധിയുടെ മടിത്തൊട്ടിൽ കിടന്ന് ഉറങ്ങി സ്വന്തം നാശം വരുത്തി വെച്ചതായ ശിംശോൻ. നമുക്ക് രണ്ടാമത് ഒരു ദൈവവൈദ്യനെ കുറിച്ച് ധ്യാനിക്കാം. അത് ഏലിയാവ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ച്. 1 രാജാക്കന്മാർ 19-ന്റെ 4-5 വാക്യങ്ങൾ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഏലിയാവ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ചൂരച്ചെടിയുടെ അണലിൽ നിരാശയോടെ തലകുമ്പിട്ടിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. മതി, എനിക്ക് ജീവിച്ചത് മതി, എന്നെ അങ്ങ് വിളിച്ചോ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. വായിച്ചോ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏലിയാവ് ചൂരച്ചെടിയുടെ ചോട്ടിൽ തണലിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്ത് അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ദൈവത്തിൻ്റെ ശക്തിയാൽ ചെയ്ത ഏലിയാവ്. ഞാനിനി പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൽപ്പിച്ചതായ ആ ദൈവദാസൻ. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായി കാക്കയെ കൊണ്ട് ദൈവം പോറ്റി വളർത്തിയതായ ദൈവദാസൻ. വിധവയെ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ജീവിപ്പാൻ വഴിയൊരുക്കിയതായ ദൈവദാസൻ. സരഭാത്തിലെ വിധവ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അത്ഭുതം എന്ന് പറയട്ടെ. കർമ്മേലിൽ തീയിറക്കിയവൻ. യാഗവസ്തു ബലിപീഠത്തിന്മേൽ വെച്ചു, വെള്ളം കൊണ്ട് മുഴുവൻ നനച്ചു, ചുറ്റും വെള്ളം കെട്ടി നിർത്തി ദൈവസന്നദ്ധിയിൽ തേജസ് ഉടുത്തവനായി നിന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം.
തീയിറങ്ങി, എല്ലാം ദഹിപ്പിച്ചു. ആ ശക്തിയിൽ ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠയുടെ 400 അങ്ങനെ 850 പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്ത് കരുത്തനായിരുന്നു! ദൈവസന്നിധിയിൽ എന്തുമാത്രം ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ, അവൾ കലിതുള്ളിക്കൊണ്ട് ഈ അവളുടെ പ്രവാചകന്മാരെ എല്ലാം വകവരുത്തിയില്ലേ? അന്ത്യശാസനം നൽകി. 19 അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ ഏലിയാവിനോട് പറയുകയാണ്, നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഈ നേരത്തിന് മുൻപ് നിന്നെ ഞാൻ വകവരുത്തും, നിന്റെ ജീവനെ ഞാൻ എടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് വിറച്ചുപോയി, പേടിച്ചുപോയി, ഭയചകിതനായിപ്പോയി. പേടിക്കേണ്ടവനാണോ ഏലിയാവ്? ദൈവത്തിൻ്റെ അത്യന്ത ശക്തി രുചിച്ച ദൈവ ഇതലല്ലേ? സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ദൈവ ഇതലല്ലേ? ദൈവത്തിന് സ്തോത്രം. ആകാശത്തിൻ്റെ വാതിൽ അടക്കുകയും തുറക്കുകയും ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച ദൈവദാസനല്ലേ? കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ ഓടി മരുഭൂമിയിൽ ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ മുഴങ്കാലിൽ തലകൊമ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിരാശയിൽ കൂപ്പുകുത്തി ഉറങ്ങിപ്പോയി. നിരാശയുടെയും പീരിത്വത്തിൻ്റെയും ഉറക്കം. ആദ്യം നമ്മൾ കണ്ടത് അശുദ്ധിയുടെ മടിയിൽ കിടന്നുള്ള ഉറക്കമാണ് ശിംശോൻ്റെ. ഇവിടെ നിരാശയുടെ ഉറക്കമാണ്, പീരിത്വത്തിൻ്റെ ഉറക്കമാണ്. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചോടിപ്പോയി, തളർന്ന് വിവശനായി കിടന്നുറങ്ങിയാണ്. പക്ഷെ ദൈവം മറന്നില്ല. 2 പ്രാവശ്യം ദൂതനെ അയച്ചു. ദൈവദൂതൻ ചെന്ന് തട്ടി ഉണർത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പവും വെള്ളവും നൽകി. ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇവിടെ തറ്റിക്കിടക്കേണ്ടവനല്ല, എഴുന്നേറ്റ് ഓടേണ്ടവനാണ്. ഇനി നിന്നിൽ നിന്നുകൊണ്ട് അനേക അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും നടക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം! ഇനി വിധവയുടെ മകനെ ജീവിപ്പിക്കണം, കടൽ പിളർന്ന് അക്കരെ കടക്കണം. ഹല്ലേലൂയ, യോർദാൻ കടന്നു. ദൈവമക്കളെ, ഈ അത്ഭുതങ്ങൾ ഇവരിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം കണ്ട ദൈവദാസൻ ഉറങ്ങിപ്പോയി. ഒരു കാര്യം ഓർത്തോണം, അത്ഭുതം ഒരു വ്യക്തിയുടേതായ മിടുക്കല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ആത്മീയ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കാം, കുന്നുകളും താഴ്വരകളും വരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ നിസ്സഹായനായി കിടന്നുറങ്ങേണ്ടവനല്ല, ഇനി ഏലീശയെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ഇരട്ടി പങ്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ദൈവമക്കളെ, മറുമലയിൽ മോശയോടുകൂടി ഈ ഏലിയാവിനെ നോക്കി കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എന്തിനാണ് ഈ ഉറങ്ങുന്ന കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കറിയാമോ? ഇന്ന് നിങ്ങളെ ദൈവദൂതൻ വന്ന് തട്ടി ഉണർത്തുന്ന ദൈവീകമായി അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. മയങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരിക്കൽ ശക്തിയോട് ഓടിയതല്ലേ സഹോദര? ഒരിക്കൽ വീറോടെ സഹോദരി പ്രവർത്തിച്ചതല്ലേ? ഒരിക്കൽ കുടുംബത്തിൽ നിന്ന് തേജസ്സിൻ്റെ ശബ്ദം സ്തുതിയായി ഉയർന്നതല്ലേ, ഉണർന്നതല്ലേ? നിന്റെ ഒരു സാക്ഷ്യത്തിൽ നിന്ന് അനേക സാക്ഷികൾ എഴുന്നേറ്റതല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്തുമാത്രം ശക്തിയോടും തേജസ്സോടും കൂടി ദൈവവേല ചെയ്തതാണ്. എത്ര കാലം ഉപവാസത്താൽ ശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാണ്. ഇതുപോലെ തളർന്നു കിടക്കേണ്ടവനാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വന്ന് തട്ടി ഉണർത്തട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിർമ്മലമായ സുവിശേഷം ഘോഷിക്കപ്പെടുന്ന രംഗങ്ങൾ അധികമില്ല. ദൈവത്തിന് സോഷ്യൽ ഗോസ്പലാണ് ഇന്ന് മുഴങ്ങി കേൾക്കുന്നത്. ദൈവമക്കളെ, പൊത്തുവർത്ത ആത്മീയത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്.
വിശുദ്ധിയെ തികച്ചവർക്ക് മാത്രമേ വേല എത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. ശക്തിയോടെ പ്രവർത്തിക്കേണ്ടവരാണ്. സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ജ്വലിച്ച് നിൽക്കേണ്ട ദൈവമക്കളാണ്. ഇന്ന് ഒരൊറ്റ വ്യക്തിയും ഈ ശബ്ദം കേൾക്കുന്നവർ ഇനി ഈ മയക്കത്തിൽ ഉറങ്ങിക്കിടക്കാൻ ഇടവരരുത്. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം ക്രിസ്തു ജീവിതത്തിൽ ഇന്നലകളില്ല. വീഴ്ചകൾ വന്നു, താഴ്ചകൾ വന്നു, ശരിയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നീടോ ഇരട്ടി ശക്തിയോടെ ഈ ഏലിയാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിൽ ഉപയോഗപ്പെട്ടു. അതാരുടെയും ഗുണമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വ്യക്തിത്വം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടേതായ കഠിന വാക്കിൽ തളർന്നു പോകുന്നതായ ജീവിതമാണ്. പക്ഷേ ഇവിടെ അത്ഭുതം നടന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനെ ഉണർത്തി. നമ്മൾ അത്രയേ ഉള്ളൂ. എന്നാൽ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായനാകുന്നു. ദൈവമക്കളെ, എഴുന്നേറ്റ് പ്രകാശിക്കാം. മൂന്നാമത് ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനായിട്ടുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. 1 ശിംശോൻ, 2 ഏലിയാവ്, 3 യോന ഉറങ്ങിയതായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോന, ദൈവത്തിന് സ്തോത്രം. യോനയുടെ പുസ്തകം എടുത്ത്, യോനയുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യോന നിങ്ങൾക്കറിയാം, ഗ്രേറ്റർ നിനവ. ദൈവത്തിന് നിനവ ഒരു മഹാനഗരമാണ്, ചെറുതാണ്. വെറും 30 മൈൽ നീളവും 10 മൈൽ വീതിയും മാത്രമുള്ളതായ ഒരു ചെറിയ പട്ടണം. ആ നിനുവ പ്രോപ്പർ എന്ന് പറയുന്ന അത്ര പോലും ഇല്ല. 3 മൈൽ നീളവും 1.5 മൈൽ വീതിയും മാത്രമേ ഉള്ളൂ. ആ മഹാപട്ടണം, ദൈവത്തിന് സ്തോത്രം, വളരെ വലിയ മതിൽ കൊണ്ട് കെട്ടി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണം. ചുറ്റും 100 അടി പൊക്കമുള്ള കോട്ടമതിൽ. 4 രഥങ്ങൾ ഒന്നിച്ച് നീങ്ങുവാൻ തക്കവണ്ണം അതിൻ്റെ മേളിൽ വീതിയുണ്ട്. അതിന് 15 ഗേറ്റുകളുണ്ട്. കാവൽക്കാരുണ്ട്. പട്ടണ നടുവിൽ തലയുയർത്തി നിൽക്കുന്നതായ ഒരു ക്ഷേത്രമുണ്ട്. സുവർണ ശോഭയുള്ളതായൊരു വൻ ക്ഷേത്രം. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരിയായിരിക്കുന്ന, കരുത്തനായിരിക്കുന്ന ചക്രവർത്തി അസൂർ രാജാവ്. ജനങ്ങളോ അഹങ്കാരികളാണ്, തൻ്റേടികളാണ്. അവരന്ധവിശ്വാസത്തിൻ്റെ അടിമത്വത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഇസ്രായേലിനോട് ശത്രുതയുമാണ്. സകലവിധ മ്ലേച്ഛതകളും നടമാടുന്നതായ ആ ഒരു പട്ടണം. ആ ജനം നാശത്തിലേക്ക് കൂട്ടത്തോടെ പോയി നശിക്കുന്ന കാഴ്ച ദൈവത്തിൻ്റെ ഉള്ളം വേദനിപ്പിച്ചു. ദൈവം യോനയെ വിളിച്ചു. യോനയുടെ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രാവെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അമിത്തയുടെ മകനായ യോന, നീ നിനവയിലേക്ക് ചെല്ലുക. ആ ദേശത്തിൻ്റെ ഇപ്പോഴത്തെ പാവവഴിയിലുള്ളതായ പോക്കിനെതിരായി പ്രസംഗിക്കുക, അവരെ സത്യവഴിയിലേക്ക് നയിക്കുക. അതിനായി അഭിഷേകം ചെയ്ത് പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. യോന യാത്ര പുറപ്പെട്ടു. പോകേണ്ടത് നിനവയിലേക്കാണ്. വെറും 500 മൈൽ ദൂരം മാത്രം. പക്ഷെ അവിടെ ചെന്നപ്പോൾ മറ്റൊരു കപ്പൽ തയ്യാറാണ്. എന്ത്? തർസീസിലേക്കുള്ളതായ കപ്പൽ. നിനുവയിലേക്ക് 500 മൈൽ, തർസീസിലേക്ക് 2000 മൈൽ. ദൈവത്തിന് സ്തോത്രം. അവൻ തർസീസിലേക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി കപ്പൽ കയറി. ദൈവമക്കളുടെ കാര്യം ഓർക്കണം. ദൈവമെടുത്ത് ഉപയോഗിക്കുന്ന ദൈവമക്കളെ തട്ടി ദൈവകാര്യപരിപാടിക്ക് എതിരായുള്ള ദേശത്തേക്ക് പോകുവാൻ തയ്യാറായി നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറന്നു കിടക്കുന്ന ചില കപ്പലുകളുണ്ട്. ഏദൻ പർദീസയിലെ സകല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സാത്താൻ ഒരു പഴവുമായി കടന്നു വന്നു. ചതിക്കുഴികളുടെ മധ്യത്തിലാണ് മനുഷ്യൻ്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവകൽപ്പനയെ ലംഘിച്ച് യോന യാത്ര പുറപ്പെട്ടു എതിർ ദിശയിലേക്ക്. എന്തിനാണിത് ഇപ്പോൾ ഞാൻ പറയുന്നത്? കാലടികൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ വഴിയിലൂടെയാണോ? ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ട്? നിങ്ങളുടെ ഈ പോക്ക് സ്വർഗരാജ്യത്തിൻ്റെ പളുങ്കുന്ന തീർത്ത് ചവിട്ടുവാൻ തക്കവണ്ണം ക്രൂശിനെ നോക്കിയുള്ള യാത്രയാണോ? കാൽവറിയിൽ കർത്താവായി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ദേഹമെന്ന തിരശ്ശീല ചീന്തി തുറന്ന വിശുദ്ധ വഴി മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ കടക്കുവാൻ. ഒരു വഴി, ഒരു വാതിൽ, അത് യേശു മാത്രമല്ലേ? ആ വിശ്വാസനായകനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കിയുള്ള യാത്രയാണോ? അതെയോ എതിർദിശയിലേക്ക്
സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ടു പോവുകയാണ്. ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ദൈവം ഈ യോനയെ അനുസരണം പഠിപ്പിക്കുവാൻ ചില രംഗങ്ങൾ ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രകൃതിയിലെ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യോനയെ അനുസരണം പഠിപ്പിക്കുകയാണ്. ഒരു പെരുങ്കാറ്റ്, ഒരു മഹാമത്സ്യം, ഒരു ആവണക്ക് ചെടി, ഒരു പുഴു, ഒരു കിഴക്കൻ കാറ്റ്. ഇത് മനോഹരമാണ് ദൈവത്തിൻ്റെ വഴികൾ. ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കപ്പലിൽ കയറി അവൻ അടിത്തട്ടിൽ സുഖലോലുപനായി കിടന്നുറങ്ങിയാണ്. കപ്പൽ ആടി ഉലയുകയാണ്. കാരണം ദൈവത്തെ ഉപേക്ഷിച്ച് ശത്രുവിന് ഇടം കൊടുത്ത ഒരു ദൈവവൈതൽ ഇപ്പോൾ ആ കപ്പലിലുണ്ട്. ഒരു ഭയങ്കര പെരുങ്കാറ്റ് ആടി ഉലയുവാൻ തക്കവണ്ണം, കപ്പലിനെ തകർക്കുവാൻ തക്കവണ്ണം ചുറ്റി അടിക്കുകയാണ്. കപ്പൽ മുങ്ങുമാറായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ചരക്ക് അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് മറുപടി? എന്താ? 1-ാം അധ്യായത്തിൻ്റെ 9-10 വായിച്ച്. 1-ാം അധ്യായത്തിൻ്റെ 9-10. അതിനെ യോന അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയുമുണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. കടലും കരയുമുണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവദാസനാണ്. വാക്കുകളുടെ കസർത്ത് കൊള്ളാം, പക്ഷെ കാലടികൾ എങ്ങോട്ട്? ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെയുള്ളവരെ പോലും ദൈവം സ്നേഹത്തോടെ കരുതി മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കപ്പലിലുള്ള എല്ലാവരും നശിക്കാതിരിക്കാൻ വേണ്ടി യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അവിടെയും ദൈവം കരുതി വാ തുറന്നു നിൽക്കുന്നൊരു മത്സ്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് രംഗങ്ങളെല്ലാം അറിയാം. ഈ മത്സ്യം ഓടി ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിനവ കടൽ തീരത്ത് യോനയെ ഛർദ്ദിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് പ്രസംഗിച്ചു. മാനസാന്തരത്തിൻ്റെ വചനം തേജസ്സോടെ അവിടെ മുഴങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. ദൈവമക്കളെ, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന മാനസാന്തരപ്പെട്ടു. എന്നിട്ടാണ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നിനവയുടെ തീരത്ത് ഇറങ്ങുന്നത്. ദൈവത്തിന് ഒരു പുതിയ സമർപ്പണം. എന്താണ് സമർപ്പണം? വായിച്ച് 9-10 വായിച്ച്. 2-ാം അധ്യായത്തിൻ്റെ 9-10. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. ഞാൻ സ്തോത്രയാഗത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടോ? ദൈവസ്നേഹം നിന്നെ ഉണർത്താൻ വന്നിരിക്കുകയാണ്. നിങ്ങളൊരു പുതിയ സമർപ്പണം എടുക്കണം. ഞാൻ യഹോവയ്ക്ക് നേർന്നത് കഴിക്കും. ഒരിക്കൽ ദൈവത്തോട് വാക്ക് പറഞ്ഞതല്ലേ? ആ സമർപ്പണം ഇന്നൊന്ന് പുതുക്കാമോ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിതത്തിൽ പല വീഴ്ചകൾ യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും ആത്യന്തികമായി ജയാളിയായി യോനയെ ദൈവം നിർത്തി. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്നോട് തന്നെ ഉപമിച്ച ഏക പ്രവാചകൻ യോനയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ യോനയിലും വലിയവൻ. അതിനു മുൻപ് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അനുസരണം കെട്ടവനെ അനുസരണമുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ എന്തു പറയുന്നു? നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നമുക്കൊരു പുതിയ സമർപ്പണം എടുക്കാം. തെറ്റിപ്പോയി കർത്താവേ, കാലടികൾ എതിരായി പോയി കർത്താവേ, നിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല കർത്താവേ, ഞാൻ എൻ്റെ ബുദ്ധിയിൽ പലതും ചിന്തിച്ചു പോയി കർത്താവേ, എൻ്റെ സ്വയം അവിടെ വ്യാപരിച്ചു കർത്താവേ. ഇപ്പോൾ ഞാൻ താളടിയായി പാപമോചനം ഒഴുകി വരുന്ന ക്രൂശിൻ ചുവട്ടിൽ വീണ് കിടന്നുകൊണ്ട് മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നിൻ്റെ കരം എൻ്റെ തലമേൽ വെക്കണമേ. ബന്ധനക്കെട്ടുകൾ പൊട്ടിക്കണമേ. എന്നെ മടങ്ങി വരുത്തണമേ. കൃപയിൽ പൊതിയണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.